ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിൻ്റെ ഒരു പൊതു അന്തരീക്ഷം ആദ്യം ഒന്ന് വിശദീകരിച്ചാൽ, ഇന്നിപ്പോൾ വാർത്തകളിലൊക്കെ വളരെ സജീവമായി വന്നിട്ടുള്ളതാണ് സമസ്ത മുഷാവറ യോഗം ഇന്നലെ നടന്നത്. അതേ തുടർന്നുള്ള വാർത്തകളും അതിൻ്റെ പ്രതികരണങ്ങളുമൊക്കെ വരുന്നൊരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. സമസ്ത മുഷാവറ യോഗം കഴിയുമ്പോഴും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ മതപണ്ഡിതരും മുസ്ലിം ലീഗും തമ്മിലുള്ള ഭിന്നതയ്ക്ക് പരിഹാരമായിട്ടില്ല. ഭിന്നതയ്ക്ക് കാരണമായ വിഷയങ്ങൾ കൂടി വരുന്നു എന്നതാണ് ഈ യാഥാർത്ഥ്യം. സമസ്തയിലെ മതപണ്ഡിതരുടെ വിമർശനത്തിന് പാണക്കാട് സാദിഖലി തങ്ങൾ വിധേയനായിരിക്കുന്നു എന്നത് ഭിന്നതയുടെ ആഴം കൂട്ടുന്നുമുണ്ട്. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം അധിക്ഷേപിച്ചത് സമസ്ത നേതൃത്വത്തിന് പൊറുക്കാവുന്നതല്ല. മതകാര്യങ്ങളിലെ നേതൃത്വം ആർക്ക് എന്ന തർക്കത്തിൽ ലീഗും പാണക്കാട് തങ്ങളും സമസ്തയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന വിമർശനമാണ് സമസ്ത നേതൃത്വത്തിനുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള അടുപ്പം ലീഗിൻ്റെ നാശത്തിനാണെന്ന് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം മുന്നറിയിപ്പ് നൽകുന്നതിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. കീഴ്പ്പെട്ടു നിൽക്കുന്ന സമസ്തയാണ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ആ വിധം സ്വാധീനം സമസ്ത നേതൃത്വത്തിൽ അവർക്കില്ല എന്നതാണ് ലീഗിനെ കുഴയ്ക്കുന്നത്. ഇനിയും മുഷാവറ യോഗം ചേരും. പിളർപ്പ് എന്ന പ്രശ്നം സമസ്ത നേരിടുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എങ്കിൽ സമസ്തയെ പിളർത്തേണ്ടത് ആരുടെ ആവശ്യമാണ്? സമസ്തയെ അനുനയിപ്പിക്കാൻ മുസ്ലിം ലീഗിന് വഴങ്ങേണ്ടി വരുമോ എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ആക്ഷേപിച്ച PMA സലാം ലീഗ് നേതൃപദവിയിൽ നിന്ന് തെറിക്കുമോ? നിരവധിയായ ചോദ്യങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കുമൊക്കെ വിധേയമാക്കാൻ കഴിയുന്ന ഒരു പ്രശ്നം ഈ വിധം മുസ്ലിം ലീഗും സമസ്ത നേതൃത്വവും തമ്മിൽ നിൽക്കുന്ന സാഹചര്യം